അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് അൻകബൂത്തിലെ വലാ യഖുത്തുഹു ബിയമീനിക ഇദൽ ലർതാബൽ മുബ്തിലൂൻ, മാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ലർതാബൽ മുബ്തിലൂൻ. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് സി.എച്ച്. മുസ്തഫ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു എന്നതിന് ഈ ആയത്ത് തെളിവാണെന്ന്. അദ്ദേഹം പറയുന്നത്, ഒമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, താങ്കൾ ഇതിനു മുമ്പ് ഒരു വേദവും വായിക്കുമായിരുന്നില്ല. വലാ തഖുത്തുഹു ബിയമീനിക, വേദം താങ്കൾ എഴുതിയുണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ അത് തന്നെ തെളിവാണ് നബിക്ക് എഴുത്തും വായനയും അറിയുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെ തെളിവാണ് ഇതിലെന്താണ് അങ്ങനെ ഒരു സൂചന ഉള്ളത് എന്ന് മൂപ്പരോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. മൂപ്പര് പറയുന്നതാണ് തെളിവ്. എന്നാൽ ഇത് സംബന്ധമായി പൗരാണിക പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? എന്താണ് ഈ വലാ തഖുത്തു മാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൽ ലർതാബൽ മുബ്തിലൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? അത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന സംഗതി, ഇവിടെ ഖുർആൻ പറയുന്നത് ഇമാം തബരി എന്ന് പറഞ്ഞാൽ അബുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ പിതാവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് ലോകത്ത് ആദ്യമായിട്ട് ഒരു സമ്പൂർണ്ണ ഖുർആൻ തഫ്സീർ തബരിയാണ് രചിച്ചിട്ടുള്ളത്. ബാക്കി പിന്നീട് വന്നിട്ടുള്ള എല്ലാ തഫ്സീറുകളും തബരിയുടെ തഫ്സീറിനെ ആശ്രയിച്ചാണ് വന്നിട്ടുള്ളത്. ആ നിലക്ക് ഏറ്റവും കൂടുതൽ ആധികാരികത ഉള്ള തഫ്സീറാണ് തഫ്സീർ റാസി തബരി. അതിന് പറയുന്നത്, ഒമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക എന്ന് പറഞ്ഞാൽ, മിൻ ഖബ്ലിഹി എന്ന് പറഞ്ഞാൽ ഈ കിതാബിന്, അതായത് ഖുർആനിന് മുമ്പ് താങ്കൾ ഒരു കിതാബും വായിച്ചിട്ടില്ല. മാ കുന്ത തദിരി എന്ന് പറഞ്ഞാൽ ലം തക്കുൻ തദിരി, ലം തത്ലു എന്ന് പറഞ്ഞാൽ താങ്കൾ വായിച്ചിട്ടില്ല. അതേസരം മാ കുന്ത തത്ലു എന്ന് പറഞ്ഞാലോ താങ്കൾ വായിക്കുമായിരുന്നില്ല, വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാലം വരെ മിൻ ഖബ്ലിഹി, ഖുർആനിൻ്റെ മുമ്പ്, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് താങ്കൾ ഒരു കിതാബും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വലാ തഖുത്തുഹു ബിയമീനിക, താങ്കളുടെ കൈ കൊണ്ട് താങ്കൾ എഴുതിയിട്ടുമുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ വായിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് താങ്കൾ. ഇതിന് തബരി കൊടുക്കുന്ന വിശദീകരണം, വലാ തഖുത്തുഹു ബിയമീനിക യഖൂലു വലം തക്കുൻ തക്തുബു ബിയമീനിക വലാകിന്നക കുന്ത ഉമ്മിയൻ, താങ്കൾ താങ്കളുടെ കൈകൊണ്ട് ഒന്നും എഴുതുകയും ചെയ്യുമായിരുന്നില്ല. പകരം വലാകിന്നക, എന്നാൽ താങ്കൾ കുന്ത ഉമ്മിയൻ, താങ്കൾ ഉമ്മിയായിരുന്നു. ഇവിടെ എഴുതുക വായിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മി എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള, ഭാഷാ പരിജ്ഞാനം അല്പമെങ്കിലുള്ള ഒരാൾക്ക് ഇത് മറ്റൊരർത്ഥത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഭാഗത്തിൽ ഇതിൻ്റെ അർത്ഥം നിരക്ഷരൻ എന്ന് വളരെ വ്യക്തമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇദൽ ലർതാബൽ മുബ്തിലൂൻ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ മുബ്തിലുകൾക്ക് സംശയിക്കാമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? യഖൂൽ വലൗ കുന്ത മിൻ ഖബ്ലി അൻ യൂഹാ ഇലൈക തഖറഉൽ കിതാബ വതഖുത്തുഹു ബിയമീനിക, താങ്കൾക്ക് ഈ കിതാബ് അവതരിച്ച് കിട്ടുന്ന വഹയ്യായിട്ട് ലഭിക്കുന്നതിന് മുമ്പ് താങ്കൾ വായിക്കുകയും എഴുതുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഇദൽ ലർതാബൽ മുബ്തിലൂൻ, മുബ്തിലുകൾക്ക് സംശയിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇദൻ
ബിസബബി ദാലിക ഫി അംരിക വമാ ജിതഹും ബിഹി മിൻ ഇൻദി റബ്ബിക മിൻ ഹാദൽ കിതാബില്ലദീ തുത്ല അലൈഹിം. താങ്കൾ ഈ ഖുർആനുമായിട്ട് വരുന്നതിന് മുമ്പ് താങ്കൾക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്ന കാരണത്താൽ, അതായത് താങ്കൾ വായിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു എന്ന കാരണത്താൽ മുബ്തിലുകൾ സംശയിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഖുർആനെ സംബന്ധിച്ച് ഇത് പ്രാസം ഒപ്പിച്ചിട്ടുള്ള ഒരു ഒരു ഗ്രന്ഥം, അതുപോലെ തന്നെ കാഹിനുകൾ ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥം, അതുപോലെ തന്നെ പൂർവികന്മാരുടെ കെട്ടുകഥകൾ എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ അവർക്കത് ന്യായമാവും. പക്ഷെ അങ്ങനെയുള്ളൊരു ന്യായം പോലും ഇവിടെ ഇല്ല. കാരണം താങ്കൾ പണ്ട് എഴുതുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇമാം തബരി പറയുന്നത്, ഇവിടെ മാകുന്ത തത്ലൂമിൻ കിതാബിൻ വലാ മിൻ ഖബലിഹി വലാ തഹുത്തുഹു ബി യമീനിക എന്ന് പറഞ്ഞാൽ നബി നിരക്ഷരനായിരുന്നു. നബി എഴുത്തും വായനയും അറിയുമായിരുന്നുവെങ്കിൽ ഇവിടെ എതിരാളികൾക്ക് മുഹമ്മദിന് എഴുത്തും വായനയും ഒക്കെ അറിയാം, അതുകൊണ്ട് മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് പറയാനുള്ള സാധ്യതയെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധ്യത പറഞ്ഞതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാധ്യതയെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ആ സാധ്യത പോലും ഇല്ലാതാക്കാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു എന്ന് പറഞ്ഞതിലൂടെയാണ്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് തബരി തന്നെ ഉദ്ധരിക്കുന്ന എന്താണ്, ഖാന നബിയുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയ്യൻ ലാ യഖറഉ ശൈഅൻ വലാ യക്തുബ്, നബി ഒന്നും എഴുതാനോ വായിക്കാനോ അറിയാത്ത ഉമ്മിയായിരുന്നു. അപ്പോൾ അവിടെ പുസ്തകത്തിൽ നോക്കി വായിക്കുകയോ പുസ്തകം എഴുതിണ്ടാക്കുകയോ ചെയ്യാൻ പറ്റാത്ത വിധം എഴുത്തും വായനയും ശീലിച്ചിട്ടില്ലാത്ത ഉമ്മിയായിരുന്നു. ഇത് തന്നെയാണ് ഖത്താദ, മുജാഹിദ് തുടങ്ങി ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാർക്കും പറയാനുള്ളത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ബൽ ഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരിൽ ലദീന ഊത്തുൽ ഇൽം, എന്നാൽ ഇത് വിജ്ഞാനം നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ ഉള്ള വ്യക്തമായിട്ടുള്ള ആയത്തുകളാണ്. ഇവിടെ ഫി ആയാത്തും ബയ്യിനാത്തും ഫി സുദൂരിൽ ലദീന ഊത്തുൽ ഇൽമ എന്നതിന് രണ്ട് നിലക്കാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനം നൽകുന്നത്. ഒന്ന് ഹുവ, ബൽ ഹുവ എന്നു പറഞ്ഞാൽ ഈ ഹുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജ്ഞന്മാരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പൂർവ്വവേദങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സ്ഥലം, ഹിജ്റ ചെയ്തെത്തുന്ന സ്ഥലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വേദക്കാരായിട്ടുള്ള ജൂതന്മാർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ജൂതന്മാർക്ക് സംശയിക്കാൻ പറ്റാത്ത വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ ഉമ്മിയായിട്ട് അള്ളാഹു അയച്ചിട്ടുള്ളതാണ്. മറ്റൊരു വ്യാഖ്യാനം ബൽഹുവ ആയാത്തും ബയ്യിനാത്തും ഫി സുദൂരിൽ ലദീന ഊത്തുൽ ഇൽം എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു പ്രവാചകന് ഇത് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, എഴുത്തും വായനയും അറിയാത്ത ഒരു പൊതു സമൂഹത്തിന്, എഴുത്തും വായനയും അറിയില്ല എന്നാൽ അറബിയിൽ ആർക്കും അത് അറിയുമായിരുന്നില്ല എന്നുള്ളതല്ല, വളരെ അപൂർവം ചില ആളുകൾക്കത് അറിയാമായിരുന്നു. അതാണ് ഈ സാഹിത്യകാരന്മാരുടെ കാര്യത്തിൽ, കവികളുടെ കാര്യത്തിലൊക്കെ മുസ്തഫ വല്ല വായിട്ടടിക്കണത്. ഇവിടെ അറേബ്യയിൽ തീരെ ആർക്കും എഴുത്തും വായനയും അറിയായിരുന്നില്ല എന്ന് ഇവിടെ ആർക്കും വാദമില്ല. അവിടെ എഴുത്തും വായനയും അറിയാവുന്ന ചില ആളുകളുണ്ടായിരുന്നു. പക്ഷേ അത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അപൂർവം ചില വ്യക്തികൾക്ക് അത് അറിയുമായിരുന്നുള്ളൂ, ബഹുജനത്തിന് അറിയുമായിരുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നില്ല. ഇത് അറിയാമായിരുന്നില്ല എന്നുള്ളത് പൂർവ്വവേദങ്ങളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉള്ള ഒരു പരാമർശമാണ്. അതാണ് സൂറത്ത്
ആറാഫില അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയായിട്ടുള്ള റസൂലിനെ പിൻപറ്റുന്നവർ എന്ന് പറഞ്ഞത് പൂർവ്വവേദങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ആ റസൂല് അവിടെ നൽകിയിട്ടുള്ള വിശേഷണം തന്നെയും എഴുത്തും വായനയും അറിയാത്ത ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബൽഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം എന്ന് പറഞ്ഞാൽ ഈ ഖുർആന് ഇൽമ് നൽകപ്പെട്ട ആളുകളുടെ എന്ന് പറഞ്ഞാൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഇൽമ് കിട്ടിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ അനുയായികളുടെ മനസ്സുകളിൽ അവരുടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ്. എന്താണ് ഖുർആൻ്റെ നിലനിൽപ്പ് നിലനിർത്തിപ്പോരാ എന്നുള്ളത് എങ്ങനെയാണ് സാധ്യമാകുക? അത് മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അത് മനഃപ്പാഠമാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെപ്പിക്കുക എന്നുള്ളത് ശരി, അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ അത് മനഃപ്പാഠമാക്കുന്നു. ഈ മനഃപ്പാഠമാക്കാനുള്ളത് ഖുർആനിൻ്റെ ഈ ഒരു പറഞ്ഞിട്ടുള്ള പരാമർശ ആയത്ത് അത് വർത്തമാനകാലം, അതായത് ഖുർആൻ അവതരിച്ച കാലത്ത് മാത്രമല്ല ഇന്ന് വരെ നിലനിന്ന് വരുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തിലെ ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഖുർആന് മനഃപ്പാഠമാക്കുന്നു എന്നുള്ളതാണ്. തൗറാത്ത് ഇഞ്ചീലിനൊക്കെ സംഭവിച്ചുള്ള ഗതികേട് ഒരിക്കലും ഖുർആന് വരാതിരിക്കാനുള്ള കാരണവും തന്നെയാണ്. അപ്പോൾ ലോകത്തുള്ള മുസ്ഹഫുകളൊക്കെ നശിച്ചു പോയാൽ, നശിപ്പിക്കപ്പെട്ടാൽ പോലും ഖുർആൻ നശിക്കാൻ പോകുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ അവർ തെറ്റുകൂടാതെ അത് ഉരുവിടാൻ പാകത്തിൽ അത് മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എവിടെ എപ്പോൾ ഖുർആൻ്റെ എല്ലാ കോപ്പികളും നഷ്ടപ്പെട്ടാലും വീണ്ടും അത് അതേപടി നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഖുർആൻ്റെ സവിശേഷത. അപ്പോൾ അതാണ് ഇവിടെ വൽഹു ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽം വമാ യജ്ഹദു ബിഹാ ബിആയാത്തില്ലാഹി ഇല്ലൽ കാഫിറൂൻ. എന്നാൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധികൾക്ക് മാത്രമേ തള്ളിപ്പറയാനാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൽ മുസ്തഫ പറഞ്ഞതുപോലുള്ളൊരു വ്യാഖ്യാനം പൂർവ്വകാല പണ്ഡിതന്മാർ ആരും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ പൂർവ്വകാല പണ്ഡിതന്മാർ പറഞ്ഞൊന്നും നമുക്ക് സ്വീകാര്യമല്ല. നമ്മൾ പറയുന്നതാണ് സ്വീകാര്യമെന്ന് പറയുന്നവരോട് നമ്മൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അറബി ഭാഷയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യയിലാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഇവിടെ വളരെ വ്യക്തമായിട്ട് ലഭ്യമാണ്. കുട്ടിക്കാലം മുതൽക്കുള്ള ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതൊക്കെ തട്ടി മാറ്റിയിട്ട് അതിലൊന്നുമില്ലാത്ത, അതിനൊക്കെ അതീതമായിട്ട് എനിക്കെല്ലാം അറിയാം എന്ന് ഒരാൾ അഹങ്കരിച്ചുകൊണ്ട് വല്ലതും പറയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് അവഗണിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തും വായനയും പഠിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവും സമർപ്പിക്കാൻ മുസ്തഫക്ക് എന്നല്ല ലോകത്ത് ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ വന്നിട്ട് നബിയോട് ഓതാൻ പറഞ്ഞപ്പോൾ മാനബി ഖാരി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ബുഖാരി കെട്ടിണ്ടാക്കിയതാണ്, മുസ്ലിം കെട്ടിണ്ടാക്കിയതാണ് എന്ന് വെറുതെ വായിട്ടടിക്കുക എന്നുള്ളതല്ലാതെ ഈ കെട്ടിണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയാണോ? അതും ചിന്തിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ തനിക്ക് എഴുത്തും വായനയും അറിയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് കെട്ടിണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിണ്ടാക്കുന്നവർക്ക് ഇതുകൊണ്ട് എന്താ നേട്ടമുള്ളത്? ഇവിടെ മുആവിയയുടെ ഭരണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മുആവിയൻ പക്ഷത്തിൻ്റെ ഉമവികളുടെ താല്പര്യത്തിന് വേണ്ടി ഹദീസുകൾ ഉണ്ടാക്കിയതെന്നൊക്കെ ഉള്ള മുസ്തഫയുടെ വാദമനുസരിച്ച് പോലും ഇതിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു എന്ന് പറയേണ്ട ഒരു കാര്യവും മുആവിയക്കും ഉമവികൾക്കും ഭരണം നിലനിർത്താനും ആവശ്യമില്ല. അല്ലാതെ തന്നെ നേടാവുന്ന ഒരു സംഗതിയാണ് അധികാരം എന്നുള്ളത്. അതവർക്ക് നേടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു വസ്തുത, ഖുർആൻ തന്നെ എടുത്ത് പറഞ്ഞൊരു വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ അത് പറഞ്ഞു എന്നുള്ളതാണ്. അത് നിരാകരിക്കുന്നു എന്നുള്ളതാണ് മുസ്തഫയുടെ ഏറ്റവും വലിയ ദൗർബല്യവും അദ്ദേഹത്തിൻ്റെ ഔദ്ധത്യത്തിൻ്റെ ലക്ഷണവുമാണ് അത് എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ.